ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് മോട്ടോറോള പുതിയതായിട്ട് പുറത്തിറക്കിയ മോട്ടോ G8 പവർ ലൈറ്റിന്റെ അൺബോക്സിംഗ് റിവ്യൂ ആണ്. നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കാൻ പോകുന്നത് ജസ്റ്റ് ഒരു ഫസ്റ്റ് ഇംപ്രഷൻ വീഡിയോ ആണ്. നമ്മൾ വരും ദിവസങ്ങളിൽ ഗെയിമിംഗ് റിവ്യൂ, ക്യാമറ, പെർഫോമൻസ്, ബാറ്ററി, മറ്റു റിവ്യൂകളൊക്കെ നമ്മൾ പോസ്റ്റ് ചെയ്യുന്നതാണ്. നമുക്ക് ഏകദേശം 9,000 രൂപ ബഡ്ജറ്റിനാണ് ഈ മോട്ടോ G8 പവർ ലൈറ്റ് നമുക്ക് ലഭിക്കുന്നത്. 4GB 64GB റാം വേരിയന്റിന് 9,000 രൂപയാണ് വരുന്നത്. അതാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ഏറ്റവും ബേസ് മോഡൽ. അതുപോലെ തന്നെ 2 കളർ വേരിയൻസിലാണ് നമുക്ക് അവൈലബിൾ ആയിരിക്കുന്നത്. റോയൽ ബ്ലൂ, ആർട്ടിക് ബ്ലൂ, അങ്ങനെ 2 ബ്ലൂവിന്റെ സബ് വേർഷൻസ് ആണ് നമുക്ക് കളർ ഓപ്ഷൻസിൽ ലഭിക്കുന്നത്. 5000 mAh ബാറ്ററി, 16 മെഗാപിക്സലിന്റെ ട്രിപ്പിൾ ക്യാമറ, റിയർ സൈഡിലാണ് ട്രിപ്പിൾ ക്യാമറ വരുന്നത്. അതുപോലെ തന്നെ ഫ്രണ്ട് ക്യാമറ 8 മെഗാപിക്സലിന്റെ ഫ്രണ്ട് ക്യാമറയാണ്. MediaTek Helio P35 ചിപ്സെറ്റ് ആണ് മോട്ടോ G8 പവർ ലൈറ്റിൽ വരുന്നത്. 6.5 ഇഞ്ചിന്റെ HD+ ഡിസ്പ്ലേ ആണ് മോട്ടോ G8 പവർ ലൈറ്റിൽ നമുക്ക് ലഭിക്കുന്നത്. ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഗിവ്അവേ ഡീറ്റെയിൽസ് ഒക്കെ നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഗിവ്അവേയിൽ പങ്കെടുക്കാൻ താല്പര്യമുള്ളവർ ഗിവ്അവേയിൽ പങ്കെടുത്ത സമ്മാനങ്ങൾ നേടാം. അപ്പോൾ നമുക്കിനി ഈ സെറ്റ് തുറന്നിട്ടുള്ള കാര്യങ്ങളൊക്കെ നോക്കാം. നല്ല കിടിലൻ ഷൈനിങ് ലോഗോ ആണ് മോട്ടോറോളയുടെ. നമ്മൾ ഇപ്പോൾ അൺബോക്സ് ചെയ്യാൻ പോകുന്നത് റോയൽ ബ്ലൂ കളർ വേരിയൻ്റ് ആണ്. പിന്നെ നമുക്ക് ബോക്സിൻ്റെ സീല് കാര്യങ്ങളൊക്കെ പൊട്ടിച്ചിട്ട് ഫോൺ പുറത്തെടുത്ത് നോക്കാം. നമുക്ക് മൊബൈൽ കേസ് ബോക്സിൻ്റെ ഒപ്പം ലഭിക്കുന്നുണ്ട്. അത് ഓൾറെഡി ഫോൺ മൊബൈൽ കേസിനകത്ത് ഇട്ടിട്ട് തന്നെയാണ് നമുക്ക് ലഭിക്കുന്നത്. അതുപോലെ തന്നെ സ്ക്രീൻ ഗാർഡ് ഓൾറെഡി ഫിക്സ് ചെയ്തിട്ടില്ല, നമുക്ക് ബോക്സിൻ്റെ ഒപ്പം തന്നെ ലഭിക്കുന്നുണ്ട്. നല്ല സ്റ്റൈലിഷ് ആയിട്ടുള്ളൊരു ഡിസൈനാണ് നമുക്ക് മോട്ടോ G8 പവർ ലൈറ്റിൽ കാണാനായിട്ട് സാധിക്കുന്നത്. ഒരു 9,000 രൂപ ബഡ്ജറ്റിലാണ് ഇറങ്ങിയിരിക്കുന്നത്. കമ്പാരിറ്റീവ്ലി ഈ ഒരു സെഗ്മെൻറ്റിൽ മറ്റ് ബ്രാൻഡുകളുടെ പുതിയത് ഇറങ്ങിയ ഫോണുകൾ നോക്കുകയാണെങ്കിൽ ഓപ്പോ A12, സാംസങ് M01, നർസോ 10 8,500 രൂപയാണ്. അത് വെച്ച് നോക്കുമ്പോൾ ഒരുവിധം നല്ല കോമ്പറ്റീവ് ആയിട്ടുള്ള ഒരു ഡിസൈനും പെർഫോമൻസും നമ്മൾ മോട്ടോ G8 പവർ ലൈറ്റിൽ പ്രതീക്ഷിക്കുന്നുണ്ട്. ബാക്കി എല്ലാ മോഡൽസും 3GB വേരിയൻറ്റിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇത് 4GB റാം വേരിയൻറ്റ് നമുക്ക് 9,000 രൂപയ്ക്ക് ലഭിക്കുന്നുണ്ട്. നമുക്ക് ഫോണിൻ്റെ താഴെ നമുക്ക് ടൈപ്പ് C ചാർജിങ് അല്ല, നോർമൽ USB ചാർജിങ് ആണ് താഴെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. മുകളിലാണ് ഇയർഫോൺ ജാക്ക് വരുന്നത്. അതുപോലെ തന്നെ പവർ ബട്ടണും വോളിയം ബട്ടൺസൊക്കെ വളരെ ഭംഗിയായിട്ട് തന്നെ പ്ലേസ് ചെയ്തിട്ടുണ്ട്. പക്ഷെ അത് നോർമൽ ഒരു ഡിസൈൻ തന്നെയാണ്, വ്യത്യസ്തമായൊരു ഡിസൈനൊന്നല്ല. നമുക്ക് പതിവ് പോലെ തന്നെ ഡോക്യുമെൻറ്റേഷൻ, സിമജക്ടർ ടൂൾ, ചാർജർ ബ്രിക്ക്, USB ചാർജിങ് കേബിൾ എല്ലാം ബോക്സിൻ്റെ ഒപ്പം ലഭിക്കുന്നുണ്ട്. ഇനി നമുക്ക് ഫോൺ ഓൺ ചെയ്തിട്ടുള്ള കാര്യങ്ങളൊക്കെ നോക്കാം. ഫോൺ ഓട്ടോമാറ്റിക്കലി വരുന്നത് ഫുൾ ബ്രൈറ്റ്നസ് ലെവലിലാണ്. അപ്പോൾ നമ്മളിപ്പോൾ ജസ്റ്റ് ബ്രൈറ്റ്നസ് ലെവലൊന്ന് അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ട്. എന്നാലാണ് നമുക്ക് മര്യാദയ്ക്ക് ഫോൺ കാണാനായിട്ട് സാധിക്കുകയുള്ളൂ. നമുക്കിനി സാർ വാല്യൂ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. നമുക്ക് സാർ വാല്യൂ ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ഹെഡ് വെയ്റ്റ് 0.37, ബോഡി വെയ്റ്റ് 1.39. നമുക്ക് ഇൻറ്റേർണൽ സ്റ്റോറേജ് 64GB 12.70GB സിസ്റ്റം റിസർവ്ഡ് ആണ്. ഏകദേശം 20% സിസ്റ്റം റിസർവ്ഡ് ആണ്. ബാക്കി സ്പേസ് ആണ് യൂസേഴ്സിന് അവൈലബിൾ ആയിരിക്കുന്നത്. ഇനി നമുക്ക് ഫിംഗർ പ്രിൻറ്റ് സെൻസറിൻ്റെ ഒരു എഫക്റ്റീവ്നെസ് നോക്കാം. ഫിംഗർ പ്രിൻറ്റ് സെൻസർ വളരെ സ്മൂത്തായിട്ട് തന്നെ വർക്ക് ചെയ്യുന്നുണ്ട്. വളരെ പെട്ടെന്ന് തന്നെ ഫോൺ അൺലോക്ക് ആവുന്നുണ്ട്. പക്ഷെ നമുക്ക് ഫേസ് റെക്കഗ്നിഷൻ ഫെസിലിറ്റി നമുക്ക് മോട്ടോ G8 പവർ ലൈറ്റിൽ അവൈലബിൾ അല്ല. നമുക്ക് റിയർ ക്യാമറ 16 മെഗാപിക്സലിൻ്റെ ട്രിപ്പിൾ റിയർ ക്യാമറയാണ് വരുന്നത്. 16 മെഗാപിക്സലിൻ്റെ മെയിൻ ക്യാമറ, 2 മെഗാപിക്സലിൻ്റെ ഡെപ്ത് സെൻസർ, 2 മെഗാപിക്സലിൻ്റെ മാക്രോ ലെൻസും ചേർന്നാണ് ട്രിപ്പിൾ ക്യാമറ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഫ്രണ്ട് ക്യാമറയിലേക്ക് വരികയാണെങ്കിൽ 8 മെഗാപിക്സലിൻ്റെ ഫ്രണ്ട് ക്യാമറയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇൻബിൽഡ് ക്യാമറ ആപ്ലിക്കേഷനിൽ നിന്ന് നമുക്ക് ഒരുപാട് ഫീച്ചേഴ്സ് അവൈലബിൾ ആണ്. മാക്രോ മോഡ്, ബൊക്കെ മോഡ്, ഫോട്ടോ മോഡ്, വീഡിയോ മോഡ്, പനോരമ മോഡ്. നമുക്ക് റിയർ ക്യാമറയിൽ ഉള്ളതുപോലെ തന്നെ നമുക്ക് ഫ്രണ്ട് ക്യാമറയിലും ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. ബൊക്കെ മോഡ്, ഫോട്ടോ മോഡ്, വീഡിയോ മോഡ് എന്നീ ഓപ്ഷൻസ് ആണ് നമുക്ക് ഫ്രണ്ട് ക്യാമറയിൽ അവൈലബിൾ ആയിരിക്കുന്നത്. നമുക്ക് റിയർ ക്യാമറ യൂസ് ചെയ്ത് 180p വീഡിയോ, 720p വീഡിയോ റെക്കോർഡ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഫ്രണ്ട് ക്യാമറ യൂസ് ചെയ്താണെങ്കിലും 720, 180p വീഡിയോസ് ഒക്കെ നമുക്ക് എടുക്കാനുള്ള ഓപ്ഷൻസ് മോട്ടോ G8 പവർ ലൈറ്റിൽ അവൈലബിൾ ആണ്. ഇനി നമുക്ക് മോട്ടോ G8 പവർ ലൈറ്റിൽ ട്രിപ്പിൾ കാർഡ് സ്ലോട്ടാണോ ഹൈബ്രിഡ് കാർഡ് സ്ലോട്ടാണോ വരുന്നത് നോക്കാം. ട്രിപ്പിൾ കാർഡ് സ്ലോട്ടാണ് വരുന്നത്. നമുക്ക് ഒരേ സമയം 2 സിം കാർഡും ഒരു മെമ്മറി കാർഡും യൂസ് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ജസ്റ്റ് ഒരു ഫസ്റ്റ് ലുക്ക് ആണ് നോക്കിയത്. നമ്മൾ വരും ദിവസങ്ങളിൽ സ്പീഡ് ടെസ്റ്റ്, ഗെയിമിംഗ് റിവ്യൂ, PUBG ഗെയിമിംഗ്, മറ്റ് റിവ്യൂകളൊക്കെ പോസ്റ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ ചാനൽ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാ ആഴ്ചയും നടക്കുന്ന ഗിവ്അവേയിൽ പങ്കെടുത്ത് നിങ്ങൾക്ക് സമ്മാനങ്ങൾ നേടാം.